നമസ്കാരം. വെസ്റ്റ് ബാങ്കിലെ മാ അലെ അമൂസിന് സമീപം ഇസ്രായേൽ വ്യോമസേനയുടെ പക്കലുള്ള കരുത്തുറ്റ UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ തകർന്നു വീണു. ശത്രുക്കളുടെ ആക്രമണം മൂലമല്ല, മറിച്ച് സൈനിക നീക്കത്തിനിടെ ഉണ്ടായ സാങ്കേതിക പിഴവാണ് ഈ അപകടത്തിന് കാരണമായത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആധുനികമായ വ്യോമസേനകളിൽ ഒന്നായ ഇസ്രായേലിന് ഈ സംഭവം വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിലെ ഒരു തുറസായ പ്രദേശത്ത് സാങ്കേതിക തകരാറിനെ തുടർന്ന് ഈ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് കണ്ടതിനെ തുടർന്ന് ഇത് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റാൻ വ്യോമസേന തീരുമാനിച്ചു. റോഡ് മാർഗം ഇത് കൊണ്ടുപോകുക പ്രായോഗികമല്ലാത്തതിനാൽ മറ്റൊരു വലിയ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശമാർഗം ഇതിനെ ഉയർത്തി മാറ്റാനായിരുന്നു പദ്ധതി. റിക്കവറി ഓപ്പറേഷൻ്റെ ഭാഗമായി യാസുർ എന്ന് വിളിക്കപ്പെടുന്ന ഭീമൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ബ്ലാക്ക് ഹോക്കിനെ കേബിളുകൾ വഴി ബന്ധിപ്പിച്ചു. സ്ലിംഗ് ലോഡ് എന്നാണ് ഈ രീതിയെ വിളിക്കുന്നത്. ഹെലികോപ്റ്ററിനെ വായുവിലേക്ക് ഉയർത്തി യാത്ര തുടങ്ങിയ ഉടനെയാണ് അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ചത്. ഹെലികോപ്റ്ററുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പ്രധാന കേബിളുകളിൽ ഒന്ന് പൊട്ടിപ്പോയി. ഭാരം താങ്ങാനാവാതെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ താഴെയുള്ള കുന്നിൻ ചരിവിലേക്ക് തലകീഴായി പതിക്കുകയായിരുന്നു. വലിയൊരു ദുരന്തം ഒഴിവായത് ഹെലികോപ്റ്ററിനുള്ളിൽ ആ സമയത്ത് സൈനികർ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അതിനാൽ തന്നെ ജീവഹാനിയോ ആർക്കെങ്കിലും പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നു. മാ അലെ അമോസ് സെറ്റിൽമെൻറ്റിലെ സുരക്ഷാ വേലിക്ക് തൊട്ടടുത്താണ് ഈ അവശിഷ്ടങ്ങൾ പതിച്ചത്. സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ വ്യോമസേനാ മേധാവി മേജർ ജനറൽ തോമസ് ബാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേബിളിൻ്റെ ഗുണനിലവാരക്കുറവാണോ അതോ ഓപ്പറേഷനിലെ മനുഷ്യസഹജമായ പിഴവാണോ ഇതിന് പിന്നിലെന്ന് സൈന്യം പരിശോധിച്ചു വരികയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.